നിങ്ങളുടെ വീട്ടിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. നിങ്ങളെ ശരീരപ്രകൃതം ഈ രീതിയിലാണെങ്കിൽ നിങ്ങളെ ഷുഗർ കൺട്രോൾ നല്ല മോശമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, വയറ് കൂടുതലാണ്, നമ്മളെ കയ്യിൻ്റെ ഇവിടുത്തൊക്കെ മസിൽസ് പറ്റ മെലിഞ്ഞിട്ടാണ്, കാലിൻ്റെ തൊടയുടെ ഭാഗത്തുള്ള മസിലൊക്കെ നല്ല ശോഷിച്ചിട്ടാണ്. അപ്പോൾ വയറ് നല്ല കൂടുതലായിട്ട് കാണും, കയ്യിൻ്റെ ഇവിടെയൊക്കെ തീരെ തടി ഉണ്ടാവില്ല, മെലിഞ്ഞിട്ടായിരിക്കും, തൊടഭാഗം നല്ല മെലിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ കയ്യും കാലൊക്കെ മെലിഞ്ഞ് വയറ് തള്ളി നിൽക്കുന്ന ആളുകൾക്ക് ഷുഗർ കൺട്രോൾ മിക്കവാറും നല്ല മോശമായിരിക്കും ചെയ്യും. ഭൂരിഭാഗം ആളുകളും നല്ല ഡോസിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഈ ഷുഗറൊക്കെ നല്ല യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ നമ്മൾ മസിലുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഈ മസിലുകളിലോട്ട് ഷുഗറിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെടുക്കുക. നേരെ മറിച്ച് നമുക്ക് വയറ് ഒരുപാട് കൂടുതൽ, ആ വയറിലും ലിവറിലൊക്കെ കൊഴുപ്പ് ഒരുപാട് അടിഞ്ഞുകൂടി കയ്യും കാലൊക്കെ ശോഷിച്ചിരിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഷുഗർ കൺട്രോൾ നല്ല മോശമായിരിക്കും. ഇനി നിങ്ങളിപ്പോൾ കയ്യും കാലൊക്കെ ശോഷിച്ച് ഒരുപാട് ഇൻസുലിനൊക്കെ എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഷുഗർ അപ്പോൾ വ്യായാമം ചെയ്താൽ കൺട്രോൾ ആവോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടെസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ തൈ മസിലും ഈ കൈയൊക്കെ ശോഷിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ഈ തൈ മസിൽസും കയ്യിൻ്റെ മസിലുകളൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ വയറിൻ്റെ ചുറ്റളവ് പീരിയോഡിക്കലി ഒരു ആഴ്ചയിൽ 1-2 തവണ വയറിൻ്റെ ചുറ്റളവ് മെഷർ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളെ വയറിൻ്റെ ചുറ്റളവ് ഒരു 1 ഇഞ്ചൊക്കെ വെച്ചിട്ട് ഒരു 1-2 ആഴ്ച വെച്ചിട്ട് നമുക്ക് ഓരോ 2 ആഴ്ചയിലും ഒരു ഇഞ്ച് വെച്ചിട്ട് നമ്മളെ വയറിൻ്റെ ചുറ്റളവ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ തൈ മസിലും നമ്മളെ കയ്യിൻ്റെ മസിലൊക്കെ നമുക്ക് സ്ട്രെങ്ത് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാനും സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നല്ല രീതിയിൽ നിങ്ങളെ ഇൻസുലിൻ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20-18 ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അവരെ വയറിൻ്റെ അളവ് കുറച്ചിട്ട് അവർ ഈ മസിൽസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പേഷ്യൻറ്റിന് ചിലപ്പോൾ ഒരു 8-10 അല്ലെങ്കിൽ ഇൻസുലിന് പകരം ചിലപ്പോൾ ഗുളിക മാത്രം എടുത്തിട്ട് തന്നെ നല്ല രീതിയിൽ അവരുടെ ഷുഗറിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഷുഗർ ലെവൽ കൺട്രോൾ അല്ല, ഒരുപാട് ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ബോഡി ഹാബിറ്റ് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കുക, അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. അത് മാറ്റിയെടുത്ത് ഒരു 1-2 മാസം ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗറിന് വരുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. 100% ഉറപ്പ് പറഞ്ഞുതരാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് കാണാനും പറ്റും. ഒരുപാട് പേര് ഇൻസുലിൻ കുറച്ച പോലെ നിങ്ങൾക്കും നല്ല രീതിയിൽ നിങ്ങളെ ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനും ഈ രീതിയിൽ നിങ്ങളെ ബോഡി മോഡിഫൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും.